ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. കേറ്ററ്റ് പരീക്ഷയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. നമുക്ക് എക്സാം ഡേറ്റ് എല്ലാം ഓൾറെഡി വന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം നമ്മൾ അറിയേണ്ട ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ നോക്കണം. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കാറ്റഗറി, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതൊക്കെ കൃത്യമായിട്ട് അറിയണം. കാറ്റഗറി 1 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ വിഭാഗം. ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി, LP ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റഗറി 1 ഉള്ളത്. കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സസ് UPയിലേക്ക് പഠിപ്പിക്കാനായിട്ടും. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ HS വിഭാഗത്തിലേക്കാണ് കാറ്റഗറി 3. കാറ്റഗറി 4 പലർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഭാഷ അധ്യാപകർ, ഇവിടെ ഭാഷ എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷും മലയാളവും അല്ല, ബാക്കിയുള്ള അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു പോലെയുള്ള വിഷയങ്ങൾ അത് UP തലം വരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, കാറ്റഗറി 4. അപ്പോൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇംഗ്ലീഷും മലയാളം ടീച്ചേഴ്സ് വരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അത് കൂടാതെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുണ്ട്. ആർട്ട്, ക്രാഫ്റ്റ്, കായിക അധ്യാപകർ, ഇവർക്കൊക്കെ വേണ്ടി എഴുതേണ്ട പരീക്ഷ ഏതാണ്, കാറ്റഗറി 4 ആണ്. പലർക്കും ഇവിടെ ഡൗട്ട് വരുന്നത് ഏത് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യണം. പിന്നെ ഇംഗ്ലീഷ് മലയാളം പഠിച്ചവർക്ക് ഡൗട്ടാണ് കാറ്റഗറി ഏതൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡൗട്ട് ഒന്നും വേണ്ട, കൃത്യമാക്കി മനസ്സിലാക്കാം. കാറ്റഗറി 1 LP, കാറ്റഗറി 2 UP, കാറ്റഗറി 3 ഹൈസ്കൂൾ, കാറ്റഗറി 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലാംഗ്വേജുകളും അതോടൊപ്പം സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് വേണ്ടിയാണ് കാറ്റഗറി 4 ഉള്ളത്. ഇനി നമ്മൾ ആർക്കൊക്കെയാണ് ഈ ഒരു കേറ്ററ്റ് പരീക്ഷ എഴുതേണ്ടാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഓൾറെഡി സീറ്ററ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേറ്ററ്റ് കാറ്റഗറി 1 നിന്നും, സീറ്ററ്റ് എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കേറ്ററ്റ് കാറ്റഗറി 2 നിന്നും ഒഴിവാക്കുന്നതാണ്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പുതിയ ഒരു നിർദ്ദേശപ്രകാരം നമുക്ക് സെൻട്രൽ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം BEd എടുത്തവർക്കാണെങ്കിൽ കാറ്റഗറി ഒരു സീറ്ററ്റിൻ്റെ കാറ്റഗറി 1 ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എഴുതാനായിട്ട് സാധിക്കും. TTC അല്ലെങ്കിൽ DLEDകാർക്ക് മാത്രമാണ് നമ്മുടെ കേറ്ററ്റ് 1 പോലെ സീറ്ററ്റ് 1 എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൾറെഡി സീറ്ററ്റ് 1 പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും DLED അല്ലെങ്കിൽ TTC പഠിച്ച ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ഈ ഒരു കേറ്ററ്റ് 1 എഴുതേണ്ട കാര്യമില്ല. ഓൾറെഡി സീറ്ററ്റ് പാസ്സാണെങ്കിൽ കേറ്ററ്റ് 1 എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറി 2 സീറ്ററ്റിൻ്റെ കാറ്റഗറി 2 ആണ് നിങ്ങൾ ജയിച്ചതെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 2 എഴുതിയെടുക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം. അടുത്ത നെറ്റ്, സെറ്റ്, MPhil, PhD, MEd തുടങ്ങിയ യോഗ്യതയുള്ളവരെ, അപ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ്, സെറ്റ്, MPhil, PhD ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് MEd ഉണ്ടെങ്കിൽ ഒക്കെ എന്താണ് ഈ പറയുന്ന പരീക്ഷകൾ, അതായത് കേറ്ററ്റ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കേറ്ററ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അധ്യാപക പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. അപ്പോൾ ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ അധ്യാപിക തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കേറ്ററ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. അപ്പം 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ 2 ആവശ്യമില്ല. ഓൾറെഡി കാറ്റഗറി 2, 3 ഒക്കെ അപ്ലൈ ചെയ്യുന്നവരെ കാണും. അപ്പോൾ 3 പാസ്സായി കഴിഞ്ഞാൽ, കഴിഞ്ഞ പരീക്ഷയിൽ ഇപ്പോൾ 3 പാസ്സായിട്ടുണ്ടെങ്കിൽ ഇത്തവണ 2 പോയി എഴുതേണ്ട കാര്യമില്ല, അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേറ്ററ്റ് കാറ്റഗറി 1 and 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ നിലവിലുള്ള ഒരു സിസ്റ്റം പ്രകാരം LP UP പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് കാറ്റഗറി 1 അല്ലെങ്കിൽ കാറ്റഗറി 2 വിജയിച്ചവരെ എന്ത് ചെയ്യാം, പരിഗണിക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് നിലവിൽ നമ്മുടെ പരീക്ഷകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം നമ്മൾ ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. ഇനി എവിടെയൊക്കെയാണ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ, കൃത്യമായിട്ട് നിങ്ങളെ നോട്ടിഫിക്കേഷൻ നോക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷനിലുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ Kerala.Government.in, അതേപോലെ പരീക്ഷ ഭവൻ, ഇതുകൂടാതെ SCRTയുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് കാണണം, വായിക്കണം എന്നുള്ളവർക്ക് ഈ സൈറ്റുകളിലൊക്കെ ഇത് ലഭ്യമാണ്. ഇനി നമുക്ക് ഓർമ്മിക്കേണ്ട ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മുതലാണ് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്? 17/4/2024 ഇന്ന് മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ഓൾറെഡി ആ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഒരുപാട് സമയമൊന്നുമില്ല, 26-ാം തീയതി വരെ, ഏപ്രിൽ 26 വരെ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ വളരെ ഒരു ചുരുങ്ങിയ സമയമുള്ളൂ. ഈ ഒരു 26 എന്നൊക്കെ പറഞ്ഞ ഡേറ്റിൽ അപ്ലൈ ചെയ്യാൻ
നിൽക്കേണ്ട, അന്ന് സൈറ്റ് ബിസി ആവും, ഹാങ് ആവും. അപ്പം പലർക്കും കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാനോ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനോ ഫീ അടയ്ക്കാനോ ഒക്കെ പറ്റാതെ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കലും നിങ്ങൾ കൃത്യമായിട്ട് എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. തനിയെ വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ തനിയെ ചെയ്യാൻ അറിയാത്തവർക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടത് അപ്ലൈ ചെയ്യാം. അപ്പോൾ 26-ാം തീയതി വരെ സമയമുള്ളൂ, വളരെ കുറച്ച് സമയമുള്ളൂ. തെറ്റിപ്പോയില്ല. 26 മെയ് ഒന്നുമല്ല, 26 ഏപ്രിലാണ്. അപ്പം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനകം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഫീ അടച്ചിരിക്കണം. ഫൈനൽ പ്രിൻ്റ് എടുക്കാനുള്ള അവസാന തീയതി 26-ാം തീയതി നിങ്ങൾക്ക് ഫൈനൽ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴായാലും ഏതൊരു എക്സാമിനാണെങ്കിലും ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അത് PDF ഫോമിലാണെങ്കിലും അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ടാണെങ്കിലും അത് കൃത്യമായിട്ട് കയ്യിൽ സൂക്ഷിക്കുക. വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി വന്നിട്ടുണ്ട് 3/6/2024. ജൂൺ 3 മുതൽ നമുക്ക് വെബ്സൈറ്റിൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. ഇനി പരീക്ഷ ടൈം ടേബിളാണ്. കൃത്യമായിട്ട് ഇപ്പം തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുടെ മനസ്സിൽ ആ ഒരു ഡേറ്റ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. നോക്കിക്കും, കാറ്റഗറി 1 ആണെങ്കിൽ 22/6/2024 ശനിയാഴ്ചയാണ് കാറ്റഗറി 1 പരീക്ഷ. രാവിലെയാണ് 10 മണി മുതൽ 12:30 വരെ 2.5 മണിക്കൂർ ദൈർഘ്യത്തിലാണ് കാറ്റഗറി 1ൻ്റെ പരീക്ഷ. 22/6/2024 ജൂൺ 22-ന് നടക്കുന്നത്. അടുത്ത കാറ്റഗറി 2 ആണെങ്കിൽ അന്നേ ദിവസം തന്നെയാണ്, അന്നേ ദിവസം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയാണ് ഈ ഒരു പരീക്ഷ. 2.5 മണിക്കൂർ തന്നെയാണ് ദൈർഘ്യം. അടുത്ത കാറ്റഗറി 3 എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം 23/6/2024 ഞായറാഴ്ച രാവിലെയാണ് കാറ്റഗറി 3യുടെ പരീക്ഷ. 2.5 മണിക്കൂർ തന്നെയാണ് ദൈർഘ്യം. അതേപോലെ കാറ്റഗറി 4 അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ ആയിരിക്കും പരീക്ഷ. ദൈർഘ്യം സെയിം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഡേറ്റ് പതിഞ്ഞിരിക്കണം. ഈ ഒരു ഡേറ്റിനകം എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ തീർത്തിരിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ടും ചെയ്ത് ഏറ്റവും റെഡിയായി പെർഫെക്റ്റ് ആയിട്ട് ഇത്തവണ തന്നെ പരീക്ഷ പാസ്സാവുന്ന തരത്തിൽ ആ ഒരു ലെവലിലോട്ട് വർക്ക് ചെയ്തിരിക്കണം. ആ ഒരു ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി ജയിക്കാൻ വേണ്ട മാർക്ക് എപ്പോഴും എല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പല കാറ്റഗറിക്കും പല മാർക്കാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ 60% മാർക്ക്, അതായത് 90 മാർക്കാണ് നേടേണ്ടത്. 60% എന്ന് പറയുമ്പോൾ 90 മാർക്ക്. നമുക്കറിയാലോ എത്ര മാർക്കിലാണ് പരീക്ഷ? 150 മാർക്കിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതിൽ 90 മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ പാസ്സാവാനായിട്ട് സാധിക്കും. ഇനി SC, ST, OBC, OEC വിഭാഗങ്ങൾക്ക് 82 മാർക്ക്, അതായത് 55% മാർക്കും. 55 മാർക്കല്ല, അതും ഡൗട്ടുള്ള കാര്യമാണ്. ഇനി 55 മാർക്കാണോ, അതേപോലെ ഇവിടെ 60 മാർക്കാണോ, അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട്. അല്ല, അത് ശതമാനമാണ് പറഞ്ഞേക്കുന്നത്. ശതമാനം നോക്കി കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90, SC, ST, OBC, OEC. പിന്നെയും സംശയമുള്ള കാര്യമാണ്, OBCക്ക് വേറെ കട്ട് ഓഫ്, SC, STക്ക് അത് മറ്റ് കട്ട് ഓഫ് ആയിരിക്കുമോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ സംശയിക്കേണ്ട. SC, ST, OBC, OEC വിഭാഗങ്ങൾക്ക് ഒരേ കട്ട് ഓഫ് ആണ്. എത്ര മാർക്കാണ്? 82 മാർക്കും. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ 50% മാർക്കാണ്. 75 മാർക്ക് നേടേണ്ട ആവശ്യമാണുള്ളത്. അവിടെ നിങ്ങൾക്ക് സ്ക്രൈബിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നതാണ്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു ഫെസിലിറ്റിയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയുള്ളൂ. പിന്നെ അതേപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങളത് പറഞ്ഞിരിക്കണം. അല്ലാതെ അത് പറയാതെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അത് ഓൾറെഡി എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കണം. പിന്നെ ഡൗട്ടുള്ള ഒരു കാര്യമാണ്, കേട്ടൽ പരീക്ഷയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ എല്ലാ തവണയും നമ്മൾ കാണുന്നതാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടുമോ? കാരണം ഇങ്ങനെ ഒരു കൃത്യം ഒരു ബോർഡർ വെച്ചുകൊണ്ട് പാസ്സാവുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ 90 മാർക്ക് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മാർജിൻ വെച്ചേക്കുന്നത് കൊണ്ട് ചിലർക്കൊക്കെ വരുന്നൊരു ഈ ബ്രിമ്മിൽ വന്ന് നിൽക്കുമ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നതിനെക്കുറിച്ചുള്ള സംശയമുണ്ട്. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടൽ പരീക്ഷയിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ അത്തരം ചോദ്യങ്ങൾക്കുള്ള മാർക്ക് ഇളവ് ഈ വിഭാഗത്തിൽ, അപ്പോൾ പർട്ടിക്കുലർ ഏത് വിഭാഗമാണോ ആ വിഭാഗത്തിൽ എഴുതി എല്ലാവർക്കും ഒരുപോലെ നൽകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 2 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് മനസ്സിലാക്കാം, ഒഴിവാക്കുന്ന ചോദ്യത്തിൻ്റെ മാർക്ക് കൂടെ കൂട്ടി 150 തന്നെ ആയിരിക്കും നമ്മുടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ മൂല്യനിർണ്ണയം 149 കൊണ്ടുപോകില്ല. എന്തായാലും 150 തന്നെയാണ് മൂല്യനിർണ്ണയം നടക്കുക. അപ്പോൾ ക്യാൻസൽ ആയ ക്വസ്റ്റ്യൻ്റെ മാർക്കും കൂടെ എല്ലാവർക്കും ഒരുപോലെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്.
ഇനി നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റിൻ്റെ കാര്യമാണ്. https://rocated.kerala.government.in എന്നുള്ള സൈറ്റാണ്. ആ സൈറ്റിൽ നമുക്ക് കയറുമ്പം തന്നെ കാണാം. ഏപ്രിൽ 2024 നോട്ടിഫിക്കേഷൻ അവിടെ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ആ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്കും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. I have read notification thoroughly. നോട്ടിഫിക്കേഷൻ ഞാൻ വായിച്ചിട്ടുണ്ട്. I have read the instruction for online submission for application. കറക്റ്റായിട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് JPEG or JPG ഫോർമാറ്റും 150x200 പിക്സൽ ആൻഡ് സൈസ് ബിറ്റ്വീൻ 20 KB to 30 KB ഹാവിംഗ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കൺ പ്രിൻ്റഡ് അറ്റ് ദ ബോട്ടം ഈസ് റെഡിലി അവൈലബിൾ. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് കോപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോൾ അത് ഓൺലൈനായിട്ട് നമ്മുടെ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോയുടെ ഫോർമാറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. JPEG അല്ലെങ്കിൽ JPG. മറ്റ് ഫോർമാറ്റുകൾ PNG പോലുള്ള മറ്റ് ഫോർമാറ്റുകൾ യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫോട്ടോയുടെ ആ ഒരു പിക്സൽ 150x200 പിക്സലാണ്. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയുടെ പിക്സൽ വ്യത്യാസമാണെങ്കിൽ അത് ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാം, റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഓൺലൈൻ കൺവേർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കയ്യിലുള്ള ഫോട്ടോ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. സൈസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 20 KB to 30 KB, 20 KBക്കും 30 KBക്കും ഇടയിലായിരിക്കണം നമ്മുടെ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 30 KBക്ക് മുകളിലുള്ള ആ ഒരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഓൺലൈൻ ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് റീസൈസ് ചെയ്യാനും അതോടൊപ്പം എന്ത് ചെയ്യാം, ആ ഒരു സൈസ് കുറയ്ക്കാനായിട്ടൊക്കെയുള്ള ഫെസിലിറ്റി ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അറിയാവുന്നവരുടെ ഹെൽപ്പ് ചോദിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണ നമുക്ക് ഡൗട്ട് വന്ന ഒരു സംഗതിയാണ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോ. ആദ്യം വന്ന നോട്ടിഫിക്കേഷനിൽ കഴിഞ്ഞ തവണ നെയിം ആൻഡ് ഡേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും ആ ഒരു ആപ്ലിക്കേഷനകത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഫോട്ടോ ടേക്കൺ, അതായത് നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ താഴെ നമ്മളുടെ പേരും അതോടൊപ്പം ഫോട്ടോ എടുത്ത ഡേറ്റും, ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, തെറ്റിക്കരുത്, ഫോട്ടോ എടുത്ത ഡേറ്റും എന്ത് ചെയ്തിരിക്കണം, അവിടെ പ്രിൻ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഫോട്ടോയുടെ താഴെയായിട്ട് നമ്മളുടെ പേര് അതോടൊപ്പം നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്ത ഡേറ്റ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ യൂസ് ചെയ്യും. പിന്നെ അറിയാലോ, സാധാരണ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എങ്ങനെയായിരിക്കണം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൃത്യമായിരിക്കണം. അപ്പോൾ സെൽഫി ഒന്നും എടുത്ത് വെക്കാൻ പാടില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഈ കൂളിംഗ് ഗ്ലാസ് അതേപോലെ ഈ എന്താണ് മറ്റെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ തൊപ്പികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലാതുള്ളത് വെച്ചുകൊണ്ട് ഫോട്ടോ വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു വിൻഡോ വരുന്ന സമയത്ത് ഈ ഒരു 3 ബട്ടൺ ഇവിടെ നമുക്ക് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 3 ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് അപ്പോൾ ഇതൊരു എംപ്ലോയിഡ് ആസ് ടീച്ചർ എന്നാണ്. ഇപ്പം ഓൾറെഡി കേറ്റിട്ട് നിർബന്ധമാക്കുന്നതിന് മുമ്പ് സർവീസിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കേറ്റിട്ട് ഇപ്പോൾ എഴുതിയെടുക്കണം എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ എസ് കൊടുക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ നോ കൊടുത്താൽ മാത്രം മതി. ഇനി സെലക്ട് ദ കാറ്റഗറീസ് ഫോർ രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യാനുള്ള കാറ്റഗറി. അപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം കാറ്റഗറീസ് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ DLED TTC ഒക്കെ ഉള്ളവരാണെങ്കിൽ കാറ്റഗറി 1 and 2 എഴുതാം. പിന്നെ അതുപോലെ BEdകാർക്കാണെങ്കിൽ 2 and 3 എഴുതാം. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ വരുമ്പോഴത്തേക്ക് 3 and 4 എഴുതാം. അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് ആർക്കൊക്കെ ആണെന്ന് അവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറി 1 LP, കാറ്റഗറി 2 UP, കാറ്റഗറി 3 ഹൈസ്കൂൾ, കാറ്റഗറി 4 ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും ഇവിടെ തന്നെയാണ് വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ടിക്ക് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്ര കാറ്റഗറി വേണമെങ്കിലും അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാറ്റഗറി 1 അപ്ലൈ ചെയ്ത് വെച്ചു, കാറ്റഗറി 2 അപ്ലൈ ചെയ്യാനായിട്ട് വീണ്ടും നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കില്ല. പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. ആദ്യം ഒരെണ്ണമൊക്കെ അപ്ലൈ ചെയ്ത് കഴിയും, പിന്നെ വീണ്ടും എടുത്ത് അപ്ലൈ ചെയ്യാൻ നേരം എന്ത് പറയും, ഓൾറെഡി ഇങ്ങനെ ആൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി
മനസ്സിലാക്കുക, എത്ര കാറ്റഗറി അപ്ലൈ ചെയ്യാനുണ്ടോ അത്രയും കാറ്റഗറി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട തരത്തിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാറ്റഗറി 1 അല്ലെങ്കിൽ കാറ്റഗറി 2 രണ്ടിലും ഏകദേശം ഇതുപോലെയാണ് വരുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കാറ്റഗറി 1, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് 2. അപ്പം നിർബന്ധമായിട്ട് മനസ്സിലാക്കാം, ഇവിടെ നമ്മൾ 2 ലാംഗ്വേജ് ചൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം കാറ്റഗറി 1ൻ്റെ കാര്യത്തിലാണെങ്കിലും കാറ്റഗറി 2ൻ്റെ ഭാഗത്തിലാണെങ്കിലും ലാംഗ്വേജ് 1 ആയിട്ടൊരു ലാംഗ്വേജും ലാംഗ്വേജ് 2 ആയിട്ട് മറ്റൊരു ലാംഗ്വേജും നിങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്തിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാം. അതിനുശേഷം മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താണുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഉണ്ട്, അതിൽ നിന്ന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യും. പിന്നെ അടുത്തത് ആ ഒരു കൊടുത്ത ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എന്താണ് ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ്, നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും, നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത്, എത്ര ശതമാനം മാർക്കാണ്. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഫൈനൽ മാർക്ക് അവിടെ ചോദിക്കില്ല. ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇതേപോലെ എങ്ങനെ വരും, ആ ഒരു പെർസെൻറ്റേജ് കൊടുക്കാനായിട്ട് ചോദിക്കും. അപ്പം നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ടായിരിക്കും താഴത്തെ ഈ ഒരു ബോക്സ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുക. ഇനി കാറ്റഗറി 3 and 4 വരുമ്പോഴത്തേക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ്, അവിടെ നമുക്ക് ഒരു ലാംഗ്വേജ് നിർബന്ധമായിട്ട് ചൂസ് ചെയ്തിരിക്കണം. പിന്നെ ഓപ്ഷണൽ സബ്ജക്ട് ഫോർ കാറ്റഗറി 3. ഇവിടെയും പലർക്കും അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ്, കാറ്റഗറി 2 അപ്ലൈ ചെയ്തപ്പോൾ 2 ലാംഗ്വേജ് വേണം, എന്നാൽ പിന്നെ അടുത്ത കാറ്റഗറി 3 എടുക്കുന്ന സമയത്തും രണ്ടാമതും ലാംഗ്വേജ് വേണം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്ട് ഫോർ കാറ്റഗറി 3 എന്നുള്ള ആ ഒരു കോളത്തിൽ പലരും തെറ്റ് വരുത്തും. അങ്ങനെ തെറ്റ് വരുത്താൻ പാടില്ല. കാരണം കാറ്റഗറി 3 എന്ന് പറയുന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഡിഗ്രിക്ക് പെർട്ടിക്കുലറായിട്ട് എടുത്ത ഒരു സബ്ജക്റ്റ് കാണും. ആ സബ്ജക്റ്റിന് അനുസൃതമായിട്ടുള്ള ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരിക്കണം നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ കൂടുതലായിട്ട് അബദ്ധം പറ്റുന്നത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം പഠിച്ചവർക്കാണ്. അപ്പം നേരത്തെ നമ്മൾ 2 ലാംഗ്വേജ് ഇംഗ്ലീഷും മലയാളം സെലക്ട് ചെയ്ത പോലെ എന്ത് ചെയ്യും, ഇപ്പം മീഡിയം ഓഫ് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പഠിച്ച വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ, ഇംഗ്ലീഷ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് കൊടുത്തു. അപ്പോൾ അടുത്ത എന്ത് ചെയ്യും, ഓപ്ഷണൽ സബ്ജക്റ്റിൽ കൊണ്ടുവന്ന് മലയാളം കൊടുക്കും. മറ്റേ മുമ്പ് കൊടുത്ത ഓർമ്മയ്ക്ക് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന പ്രശ്നം എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴത്തേക്ക് നമ്മളുടെ പെഡഗോജി കണ്ടന്റ് കൺസെപ്റ്റ് ആൻഡ് ഐഡിയ എന്നുള്ളൊരു പാർട്ടുണ്ട്. ആ പാർട്ടിൽ ഹൈസ്കൂൾ മലയാളത്തിലേക്കുള്ള ചോദ്യങ്ങളായിരിക്കും കയറി വരുന്നത്. നിങ്ങളത് എഴുതിയാലും നിങ്ങളത് പാസ്സായാലും ഒരിക്കലും നിങ്ങൾക്കത് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം തെറ്റിക്കരുത്. പലർക്കും തെറ്റ് പറ്റുന്നതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറഞ്ഞ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ്, അപ്പോൾ അതിപ്പോൾ ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, ഫിസിക്കൽ സയൻസ് ആവട്ടെ, നാച്ചുറൽ സയൻസ് ആവട്ടെ, കൃത്യമായിട്ട് അതവിടെ സെലക്ട് ചെയ്യുക, തെറ്റിക്കരുത്. പിന്നെ നമുക്കിപ്പോൾ അതുപോലെ അടുത്ത മിനിമം ക്വാളിഫിക്കേഷനാണ്, ബാക്കി കാര്യങ്ങൾ എൻ്റർ ചെയ്യാം. കാറ്റഗറി 4ലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. കാറ്റഗറി 4ൻ്റെ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വരുന്നത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് സെലക്ട് ആത്ത എക്സാം സെൻറ്റർ കൃത്യമായിട്ട് നോക്കി വെക്കാം. എവിടെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ല, ആ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് വിദ്യാഭ്യാസ ജില്ല, ഇപ്പോൾ അത് വെക്കുമ്പോഴത്തേക്ക് അവിടെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് പരീക്ഷാ ഹാൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷാ ഹാളായിരിക്കും ലഭിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇനി വെരിഫിക്കേഷൻ ആവട്ടെ, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകേണ്ടതാവട്ടെ, ഇതെല്ലാം ഇവിടെ ആയിരിക്കണം ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഓഫീസിലായിരിക്കണം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് തന്നെ അവിടെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ SLC സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള പേര് ടൈപ്പ് ചെയ്യുക, ജെൻഡർ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര് കൊടുക്കുക, നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ കാസ്റ്റ്, ഫിസിക്കൽ സ്റ്റാറ്റസും. അപ്പോൾ ഫിസിക്കൽ സ്റ്റാറ്റസ് വരുന്ന ഭാഗത്താണ് എന്തെങ്കിലും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ തന്നേക്കുന്ന കോളത്തിൽ കൃത്യമായിട്ട് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ലാൻഡ് ഫോൺ നമ്പർ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ഈ ഒരു റെഡ് സിമ്പൽ ഉള്ളതെല്ലാം എന്താണ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട കാര്യമാണ്. ലാൻഡ് ഫോൺ നമ്പർ നിർബന്ധമല്ല. ദെൻ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, എക്സാമിനേഷൻ ഫീ നിങ്ങൾ ഓൾറെഡി കാറ്റഗറി കൊടുത്തല്ലോ, അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ എക്സാം ഫീ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ എഴുതി കാണിക്കും. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് ടു ബി കെപ്റ്റ് ബൈ ദ എക്സാമിനേഷൻ. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഏത് ID പ്രൂഫാണ് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതവിടെ കൊടുക്കാം. അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയായിരിക്കണം പരീക്ഷകളിൽ കൊണ്ടുപോകേണ്ടത്. അത് വെച്ചായിരിക്കും നമ്മളെ അവരെന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുന്നത്. ഇനി ആ ID പ്രൂഫിൻ്റെ നമ്പർ കൃത്യമായിട്ട് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. പിന്നെ അടുത്തത് SSLC നിങ്ങൾ എന്ത് സ്കീമിലാണ് പഠിച്ചത്, കേരള സ്റ്റേറ്റ് സിലബസ് ആണോ, CBSE
ആണോ ICSE ആണോ ആ കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ SSLCയുടെ രജിസ്റ്റർ നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് SSLCയുടെ രജിസ്റ്റർ നമ്പറാണ്, കൃത്യമായിട്ട് അത് നിങ്ങൾ കൊടുക്കാം. പിന്നെ ആ ഒരു അപ്പിയറൻസ് ഏത് വർഷമാണ് നിങ്ങൾ SSLCക്ക് അപ്പിയർ ചെയ്തത്, അതായത് ഫസ്റ്റ് അപ്പിയറൻസ് എപ്പോഴാണെന്ന് വെച്ചാൽ കൊടുക്കും. അടുത്തത് അപ്ലോഡ് റീസെൻറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു, JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള ഫോട്ടോ മാത്രമേ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൂ. 150x200 പിക്സൽ ആയിരിക്കണം അതിൻ്റെ ഒരു പിക്സൽസ് ആൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 20 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ ഇമേജ്, നിങ്ങൾ കൊടുത്തതിൻ്റെ ഇമേജ് കാണാം. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫോട്ടോയുടെ താഴെ എന്തൊക്കെ വേണം, നമ്മുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇത്തവണ ഒരു കോളം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ PSC സൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലൊരു കോളമാണ്. എന്താണോ നമ്മൾ ഫോട്ടോയിൽ നമ്മുടെ പേര് കൊടുത്തേക്കുന്നത് കൃത്യമായിട്ടുള്ള പേര് കൊടുക്കണം, SSLCയിലുള്ള പേര് തന്നെ കൊടുക്കണം കേട്ടോ. SSLC സർട്ടിഫിക്കറ്റിലെ പേരാണ്. അപ്പോൾ ആ നെയിം ആസ് ഇൻ ഫോട്ടോഗ്രാഫിൽ എന്താണോ പേര് അത് അതുപോലെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അടുത്ത ഡേറ്റ് ആസ് ഓൺ ദ ഫോട്ടോഗ്രാഫ്, അതിൻ്റെ താഴത്തെ ഡേറ്റ്. അപ്പോൾ ഡേറ്റിൻ്റെ ഫോർമാറ്റ് കണ്ടില്ലേ, DD/MM/YYYY. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഉണ്ട്, കൃത്യമായിട്ട് ആ ഫോർമാറ്റിൽ തന്നെ സ്ലാഷ് ഇട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 2 ടിക്ക് ചെയ്യാനുള്ള ബട്ടനാണ്. ഫോട്ടോ ദ ബോട്ടം പോർഷൻ ഓഫ് ദ എബോ ഫോട്ടോഗ്രാഫ് ബി എസ് മൈ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കൺ. എൻ്റെ പേരും ഡേറ്റും അടങ്ങിയ ഫോട്ടോയാണുള്ളത്. ഇതിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്, ഫോട്ടോയിലെ കാര്യമെല്ലാം ക്ലിയർ ആണ്, വായിക്കാൻ പറ്റുന്ന ലെജിബിൾ ആണെന്നുള്ള കാര്യം കൂടെ ടിക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീ അടയ്ക്കാനായിട്ടാണ് വരുന്നത്. അത് കൃത്യമായിട്ട് ഫീ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് അതിൽ ഉള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നിങ്ങളുടെ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല, പിന്നെ എന്താ, പഠിക്കുക. ഡേറ്റ് വന്നു കഴിഞ്ഞു, ഡേറ്റ് നീട്ടി വെക്കുമോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ ആ ഒരു ഡേറ്റ് കൃത്യമായി പറഞ്ഞിരിക്കണം, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇനിയുള്ള സമയം പഠിക്കാം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ ടീം I+ കേറ്റത്തിൻ്റെ കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കോഴ്സുകളെന്ന് പറയുമ്പോൾ കാറ്റഗറി 1 അവൈലബിൾ ആണ്. കാറ്റഗറി 2 അറിയാലോ 2 വിഭാഗങ്ങളുണ്ട്, സയൻസ് ആൻഡ് മാത്സും ഉണ്ട്, സോഷ്യലും ഉണ്ട്. പിന്നെ കാറ്റഗറി 3 വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ഇത്രയും വിഷയങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വീഡിയോ ക്ലാസ് ആണ്, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ നോട്ട്സ് ഉണ്ടാകും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും, പിന്നെ PYQ ഡിസ്കഷൻസ് ഉണ്ടാകും, ക്വിക്ക് റിവിഷൻ സീരീസ് ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ തന്ന കൃത്യമായിട്ട് ഇത്ര സമയത്തിനകം ഇത്രയും കാര്യങ്ങൾ പഠിച്ച് തീർക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ കോഴ്സ് അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് അക്കാദമിക് കോർഡിനേറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സും അതിപ്പം നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യമാവട്ടെ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാലും അവരോട് ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഒരു പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അതും വളരെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീൽ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടീം I+ ഉണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ എക്സാമിനാണെങ്കിലും വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത്. അപ്പം ഇത്തവണയും നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്രയും അധികം എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോയുടെ താഴെയായിട്ടാണെങ്കിലും നമ്പർ കാണും. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി തീരെ എന്താണ് ചിന്തിച്ചിരിക്കാനുള്ള നേരമൊന്നുമില്ല, കൃത്യമായിട്ട് പഠിക്കാം. കേരറ്റ് പരീക്ഷ ഇനി ഏതെങ്കിലും കാലത്ത് എഴുതിയെടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട. പരീക്ഷകളുടെ കാഠിന്യം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. കൃത്യമായിട്ട് ഇത്തവണ തന്നെ അപ്ലൈ ചെയ്യുക, ഇത്തവണ തന്നെ പരീക്ഷ പാസ്സാവുക. നമ്മുടെ ചാനൽ മുഖാന്തരം ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു എക്സാമിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.